ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപതയും രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, വിവാദ സിനിമയെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ എതിർക്കുന്ന പശ്ചാത്തലം നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കുന്നു. രൂപതാ നേതൃത്വത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എങ്ങനെയാണ് സമീർ? ഇടുക്കി രൂപതയ്ക്ക് താമരശ്ശേരി രൂപതയും ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറി എന്ന സിനിമയാണ് വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ഈ ചിത്രത്തിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പരമാവധി ഷെയർ ചെയ്യണമെന്നും പരമാവധി കാണണം എന്നുമായിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധയിടങ്ങളിൽ പ്രദർശനം നടത്തിയിട്ടുള്ളത്. ഈ ചിത്രത്തിന് രാജ്യത്ത് നിരോധനമില്ല എന്നിരിക്കെ എന്തിനാണ് ഇതിനെ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സഭ ചോദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു. ആ ഒരു വേളയിൽ അത്തരം സംഭവങ്ങളെല്ലാം തന്നെ പൊതുജനം അറിയേണ്ടതും അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ശരി, സമീർ സി മുഹമ്മദ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിവാദ ചിത്രം കേരള സ്റ്റോറിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഇടുക്കി രൂപത ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ താമരശ്ശേരി രൂപത കൂടി ആ ചിത്രം പ്രദർശിപ്പിക്കുന്നു. സമീർ സി മുഹമ്മദ് അതിൻ്റെ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.